ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ജിയോമെട്രിക്കൽ ചാർട്ട് ചെയ്യാൻ പോവാണ്. ഒരു 12 പോയിൻറ്റഡ് സ്റ്റാർ ജിയോമെട്രിക്കൽ ചാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു അടിപൊളി ജിയോമെട്രിക്കൽ ചാർട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ മാഗസീനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വളരെ സഹായമാവും. എളുപ്പം ഒരു ജിയോമെട്രിക്കൽ ചാർട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ 9 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ളൊരു സർക്കിൾ വരയ്ക്കുകയാണ് കേട്ടോ. വീഡിയോയിൽ കാണാൻ കഴിയും. 9 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ളൊരു സർക്കിൾ. നമ്മുടെ സ്കെയിലിൽ നമ്മൾ 9 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ആ A4 പേപ്പറിൻ്റെ നടുവിലത്തെ പോയിൻ്റ് അതിൽ വെച്ചിട്ട് നമ്മൾ 9 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ളൊരു സർക്കിൾ വരയ്ക്കുക. A4 പേപ്പറിൻ്റെ വീതി എന്ന് പറയുന്നത് 10.5 സെൻറ്റിമീറ്ററാണ്. 21 സെൻറ്റിമീറ്ററാണ്. അന്നേരം അതിൻ്റെ പകുതി 10.5 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ പോയിൻ്റ് ഇട്ടേക്കുന്നത്. അവിടെ വെച്ച് 9 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ളൊരു സർക്കിൾ വരയ്ക്കുമ്പം നമുക്ക് ഒരു 18 സെൻറ്റിമീറ്ററിൻ്റെ ഡയമീറ്റർ ഉള്ളൊരു സർക്കിൾ ലഭിക്കും. നമ്മൾ അതിനെ 6 ഈക്വൽ പാർട്സ് ആയിട്ട് അതിൻ്റെ റേഡിയസ് കൊണ്ട് കട്ട് ചെയ്യുവാണ്. ഓക്കെ, നമ്മൾ 6 ഈക്വൽ പാർട്സ് ആയിട്ട് അതിൻ്റെ റേഡിയസ് കൊണ്ട് കട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ അവിടെ വെച്ച് വരയ്ക്കുമ്പം നമുക്ക് അവിടെ അതേ പോയിന്റിൽ തന്നെയാണ് ലഭിക്കുന്നതെന്ന് നോക്കുക. അവിടെ വെച്ച് വരയ്ക്കുമ്പം തെറ്റിപ്പോകാതെ നിങ്ങൾ കൃത്യമായി വരയ്ക്കുക കേട്ടോ. ഇനി പെൻസിൽ ഉപയോഗിച്ച് ആ 2 പോയിന്റുകൾ നമ്മൾ യോജിപ്പിക്കുകയാണ്. അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിപ്പം 6 ലൈൻസ് കിട്ടും. അതിനെ 6 സെക്ടറായിട്ട് നമ്മൾ വിഭാഗിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ആ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് വരയ്ക്കുന്നത്. ആ ഒരു നീളമുള്ള 2 ലൈനിൻ്റെ ഇടയിൽ കൂടെ ഒരു ലൈൻ കണ്ടില്ലേ, അത് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ആ പോയിന്റിൽ കുത്തി നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ആ പോയിന്റുകൾ തമ്മിൽ ഓപ്പോസിറ്റ് സൈഡ്സിലായിട്ട് യോജിപ്പിക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. നമ്മളിത് ചാർട്ട് പേപ്പറിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇരട്ടിയായിട്ട് എടുക്കരുത്. നമ്മുടെ ഒരു ഐഡിയ വെച്ച് ആ ചാർട്ട് പേപ്പറിൽ എത്ര ഉൾക്കൊള്ളുമോ ആ ചാർട്ട് പേപ്പറിൽ നിറഞ്ഞു നിൽക്കണം. ആ ഒരു ഐഡിയയിൽ വെച്ച് നമ്മുടെ ഒരു ഐഡിയയിൽ തോന്നുന്ന ആ ഒരു അളവെടുത്ത് വരയ്ക്കുക. പിന്നെ ശ്രദ്ധിക്കുക, ഒരു ഓഡ് നമ്പർ റേഡിയസ് ഉള്ള സർക്കിൾ എടുക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആകത്തുള്ളൂ. പിന്നെ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ സർക്കിളിന് നമ്പർ കൊടുക്കുവാണ്. 1, 2 തൊട്ട് 12 വരെ നമ്മൾ നമ്പർ കൊടുക്കുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 1 മുതൽ 5 വരെ ഒരു ലൈൻ വരയ്ക്കുവാണ്. അതിനുശേഷം 5 മുതൽ 9 വരെ. ഒന്ന് മുതൽ 5 വരെ, പിന്നെ 1 മുതൽ 9 വരെ, പിന്നെ 5 മുതൽ 9 വരെ. അപ്പോൾ നമുക്കൊരു ഇക്വലായിട്ടുള്ള ട്രയാങ്കിളാണ് ലഭിക്കുക. ഇതേ പ്രവൃത്തി തന്നെ നമ്മൾ ബാക്കി എല്ലാ ലൈൻസിനും ചെയ്യുക. ഇനി അടുത്തത് 2 ആണ്. 2 തൊട്ട് 6 വരെ, 6 തൊട്ട് 10 വരെ. 2, 6, 10. ഓക്കെ, 2 തൊട്ട് 6 വരെ, പിന്നെ 6 തൊട്ട് 10 വരെ, പിന്നെ 3 തൊട്ട് 7 വരെ, 7 തൊട്ട് 11 വരെ. അങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക.
ഓക്കെ, നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ട്രയാങ്കിൾ വരച്ചില്ലേ, ആ 3 ട്രയാങ്കിളും കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നമ്മളൊരു ഡോട്ട് കൊടുക്കുക. ആ പോയിന്റ് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഇനി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. ആ മേളിലത്തെ ആ എൻഡ് പോയിൻ്റ്, ആ സ്റ്റാറിൻ്റെ എൻഡ് പോയിൻ്റ് മുതൽ നമ്മൾ ആ കൂട്ടി യോജിപ്പിക്കുന്ന ആ പോയിൻ്റ് വരെ എന്തെങ്കിലും ഇച്ചിരി ഡാർക്ക് കളറുള്ള മാർക്കറോ അല്ലെങ്കിൽ CD മാർക്കറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഒന്ന് സ്കെച്ച് ചെയ്യുക. നിങ്ങൾ ഇത്രയും വരയ്ക്കുന്നത് എന്തായാലും നിങ്ങൾ ലൈറ്റായിട്ട് തന്നെ വരയ്ക്കണം കേട്ടോ, ഇല്ലെങ്കിൽ എറേസ് ചെയ്യാൻ പാടായിരിക്കും. ഓക്കെ, കണ്ടില്ലേ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ മേളിലത്തെ ആ പോയിൻ്റ് മുതൽ നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിൻ്റ് വരെ ഒരു ലൈൻ വരയ്ക്കുക. അതെല്ലാ പോയിൻറ്റിലും ബാധകമാണ്. എല്ലാം അതുപോലെ ചെയ്ത് കഴിയുമ്പം നമുക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, 12 പോയിൻറ്റിനും അതുപോലെ ചെയ്യുക. 12 പോയിൻ്റുള്ള സ്റ്റാറാണ് നമ്മൾ വരയ്ക്കുന്നത്. 12 പോയിൻറ്റിനും അതുപോലെ തന്നെ ചെയ്യുക. മാർക്കർ ഉപയോഗിക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്, CD മാർക്കറിനേക്കാളും. നമ്മുടെ സാധാ കളർ മാർക്കർ ഉണ്ടല്ലോ, പെർമനൻറ്റ് മാർക്കർ ഉപയോഗിക്കാതിരിക്കുക. ലെക്സേർട്ടിൻ്റെ മാർക്കറൊക്കെയാണ് നല്ലത്. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ബാക്കിയുള്ള ഭാഗമെല്ലാം എറേസ് ചെയ്ത് കളയുക. ഞാൻ ഇത് ഇച്ചിരി സ്പീഡ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നത് ആ താഴത്തെ ആ സെൻറ്റർ പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെയും കൂടെ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പം ആ ഫൈനൽ ലുക്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്താണ് ഇത്ര നേരം ചെയ്തതെന്ന്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടില്ലേ, അതേ ഒരു ചിത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ആ മേളിലത്തെ പോയിന്റിൽ നിന്ന് താഴേക്കൊരു ജോയിനിങ്, നമ്മളൊരു പോയിൻ്റ് ആദ്യം മാർക്ക് ചെയ്ത് വെച്ചില്ലായിരുന്നോ, ആ പോയിൻറ്റും ഒന്ന് കണക്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എറേസ് ചെയ്ത് കളയുവാണ്. ഇനി എറേസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നും കൂടെ ഞാൻ പറയാം. ആദ്യം നമ്മൾ കണക്ട് ചെയ്ത് വെച്ചൊരു പോയിൻ്റ് ഇല്ലേ, ആ പോയിൻറ്റും നമ്മുടെ ഈ ചിത്രത്തിൻ്റെ സെൻറ്റർ പോയിൻറ്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് ആ സ്റ്റാറിൻ്റെ ഒരു റോംബസ്, പൂർണ്ണമാവാത്തൊരു റോംബസ് കിട്ടും. ഈ നമ്മൾ വരയ്ക്കുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ എത്ര സൈഡുകളുണ്ടെന്ന് നോക്കൂ, 5 സൈഡ്. അന്നേരം അതൊരു ഇറഗുലർ പെൻറ്റഗൺ ആണ്. റെഗുലർ പെൻറ്റഗൺ അല്ല, ഇറഗുലർ പെൻറ്റഗൺ. ഓക്കെ, അന്നേരം നമ്മൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഫൈനൽ ലുക്കാണിത്. ഒരു ലൈനും കൂടെ ഉള്ളൂ ബാക്കി, അതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക്. ഓക്കെ, ഇനി നമ്മൾ ബാക്കി ഭാഗങ്ങളെല്ലാം എറേസ് ചെയ്ത് കളയുന്നു. എറേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിനി കളറിങ് ആണ്. ഞാൻ മാർക്കർ ഉപയോഗിച്ച് ചെയ്യുന്നത് CD മാർക്കർ ഉപയോഗിച്ച് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം നോക്കാൻ വേണ്ടി ഒന്ന് മാർക്കറും കൂടെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. മാർക്കറാണ് നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ. ഞാൻ ഉപയോഗിക്കുന്നത് ലെക്സോട്ടിൻ്റെ ടൈസൽ മാർക്കറാണ്. ബ്രഷ് പെൻ
തുടങ്ങിയ മാർക്കറുകളൊക്കെ നല്ലതാണ്. ഇനി കളറിംഗ് ഒക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞാനിപ്പോൾ കളറിംഗ് പാറ്റേൺ നിങ്ങളെ ഒന്ന് കാണിക്കാം. ആദ്യമായിട്ട് ഗ്രീൻ എടുത്തിട്ടുണ്ട്, ഓപ്പോസിറ്റ് സൈഡ്സിലായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ബ്ലാക്ക് എടുത്തിട്ടുണ്ട്, ഡാർക്ക് ബ്ലൂ, പർപ്പിള്, ഡാർക്ക് ബ്ലൂ, റെഡ്, ഓറഞ്ച്, ആ ഒരു പാറ്റേണാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. കളറിംഗ് ഒന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഞാൻ കൊടുക്കുന്ന കളർ പാറ്റേൺ ഇങ്ങനെയാണ്: ബ്ലാക്ക്, ഗ്രീൻ, വയലറ്റ്, ഡാർക്ക് ബ്ലൂ, റെഡ്, ഓറഞ്ച്. ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. താങ്ക് യു. പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക കേട്ടോ.